ദൈവനാമം വാഴ്ത്തപ്പെടുമാറാട്. ദൈവത്തിൻ്റെ കൃപയാൽ ആവർത്തന പുസ്തകം എന്ന വിഷയത്തിൻ്റെ 7ാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണങ്ങൾ, പ്രാർത്ഥനയുടെ പിൻബലത്തിനായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ സെക്ഷനിൽ 8ാം അധ്യായത്തിൻ്റെ 1ാമത്തെ വചനം മുതലാണ് നമ്മൾ ചെന്ന് തുടരുന്നത്. 8ാം അധ്യായത്തിൻ്റെ 1ാം വാക്യം മുതൽ 11ാം അധ്യായത്തിൻ്റെ 7ാം വാക്യം വരെയുള്ള ഭാഗങ്ങളെ അവരുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങളുടെ വിവരണമായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞകാല അനുഭവങ്ങൾ എപ്രകാരമായിരുന്നു, അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം എന്താണെന്നുള്ളതായ ഒരു വിവരണമാണ് നൽകുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. 8ാം അധ്യായത്തിൻ്റെ 1ാമത്തെ വാക്യം മുതൽ 11ാം അധ്യായത്തിൻ്റെ 7ാം വാക്യം വരെയുള്ള ആ വിവരണങ്ങളെല്ലാം തന്നെ മുഖ്യമായും ഇസ്രായേൽ ജനതയുടെ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവർ ഉൾക്കൊള്ളേണ്ടതായ പാഠങ്ങളുടെ വിവരണമാണ്. 8ാം അധ്യായം 1ാം വാക്യം: നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരുടെ സത്യനിഹിത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യുന്നതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. ചില അധ്യായങ്ങളെ തുടർമാനമായിട്ട് ദൈവവചനമനുസരിച്ച് ജീവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളതായ വിവരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും തുടങ്ങുന്നത് അങ്ങനെയാണ്: ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരാൻ പോകുന്നതായ ദേശം നിങ്ങൾ പ്രാപിക്കണം, നിങ്ങൾ അനുസരണമുള്ളവരായിരിക്കണം. ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവികാനുഗ്രഹങ്ങളെല്ലാം അനുസരണത്തിലൂടെയാണ് ലഭിക്കുന്നത്. നമുക്ക് അനുസരണമാണ് പലപ്പോഴും ദൈവിക നന്മകളെ അനുസരണക്കേട് ദൈവിക നന്മകളെ നഷ്ടപ്പെടുത്തുന്നു. അനുസരണം നമുക്ക് ദൈവിക നന്മകളെ പ്രാപിപ്പാൻ ഇടവരുത്തുന്നു. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗൽ, അവൻ അനുസരണക്കേട് കാണിച്ചുകൊണ്ടാണ് അവനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ആദ്യ മനുഷ്യൻ്റെ പാപമെന്ന് പറയുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയുന്ന വലിയ പാപങ്ങളൊന്നും അല്ല അവൻ ജീവിതത്തിൽ സംഭവിച്ചത് അനുസരണക്കേടായിരുന്നു, അല്ലേ? ഏകൻ്റെ ലംഘനത്താൽ എന്നാണ് വാചകം പറഞ്ഞത്. അപ്പോൾ അനുസരണക്കേട് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ പാതകമായിട്ട് ദൈവം കണക്കാക്കുകയാണ്. മനുഷ്യരെ ചിന്തിച്ചെങ്കിലും മനുഷ്യരെ അനുസരിച്ചില്ലെങ്കിൽ, അല്ലെ? നമുക്കറിയാം, വസ്തിരാജ്ഞിയോട് രാജാവ് വിരുന്നുശാലയിൽ വരാൻ പറയുന്നു, പുള്ളിക്കാരി അത് നിഷേധിക്കുന്നു. ആ അനുസരണക്കേടാണ് എസ്തേറിനെ രാജ്ഞി പദവിയിലേക്ക് നയിക്കാനിടയായി തീർന്നത്. വസ്തിരാജ്ഞിക്ക് രാജ്ഞി പദവി നഷ്ടപ്പെടുവാൻ കാരണവും അനുസരണക്കേടാണ്. അപ്പോൾ അനുസരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്, നാം തിരിച്ചറിയണം. ഓക്കെ, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ എന്ന് ഓർക്കണം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തരുന്നത്, പരീക്ഷകൾ തരുന്നത് ഇതിനോട്ടെന്നറിയാവോ? അന്നേരമാണ് നമ്മൾ ദൈവത്തിന് കൽപ്പന പ്രമാണിക്കുമോ എന്നും നമ്മുടെ ദൈവത്തോട് നമുക്ക് എത്രമാത്രം ബന്ധവും സ്നേഹവും അടുപ്പൊക്കെ ഉണ്ടെന്നുകൊണ്ട് ഈ കഷ്ടത വരുമ്പോഴാണ്. ഇപ്പം നമുക്കറിയാം, ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുത്തുള്ള ആളുകൾക്ക് അറിയാം, വിവാഹം ആ ശുശ്രൂഷ ചെയ്യുന്നയാൾ ഇവർ രണ്ടുപേരെയും വിളിച്ച് കൈ കൊടുത്തിട്ട് ഒരു വാഗ്ദത്ത ഉടമ്പടി വാചകം ചൊല്ലിക്കൊടുക്കും. എന്തോന്നാ? സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും, അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരൊക്കെ സമ്മതിച്ചൊക്കെ നിൽക്കും. എന്നിട്ട് ഒരു കഷ്ണം സോപ്പ് കുറയുമ്പോൾ, അല്പം ഉപ്പ് കൂടുമ്പോൾ, അല്പം എരിവ് കൂടിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരെ തിരിഞ്ഞു. അപ്പോൾ ശരിക്കും ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണ്, സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി? അല്പം ഇങ്ങനെയുള്ള ചില കാര്യം നടന്നാൽ മതി. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളെ തന്നെ പരീക്ഷ മരുഭൂമി നടത്തിയത് നിങ്ങളുടെ ഉള്ളിലിരിപ്പ് അറിയാനായിരുന്നു. ദൈവമക്കളെ, കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, പ്രതികൂലങ്ങളുണ്ടാകുമ്പോൾ, രോഗവും ദുരിതമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ ദൈവത്തോട് നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കുക, പിറുവിറുക്കാതെ പോവുക. എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തുമെന്ന് സംഗീതക്കാരൻ പറഞ്ഞെങ്കിൽ ആ നിലകളിൽ നമ്മളുമായി തിരുവാനാണ് കർത്താവ് നമ്മെ
സഹായിക്കുമാറാകട്ടെ. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വചനം വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു നിന്നെ ഗ്രഹിപ്പിക്കണമെന്ന് നീയും നിന്റെ പിതാക്കന്മാർ അറിഞ്ഞിട്ടില്ലാത്ത മണ്ണോട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അക്ഷരികമായ ഈ ഭക്ഷണങ്ങൾ മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതായ ദൈവവചനവും നമ്മുടെ ആത്മീയ ജീവിതത്തിനും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും പ്രധാനമാണ് മനസ്സിലാക്കുക. ഭക്ഷണം നമുക്ക് ഈ ശരീരത്തെ ബലപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്തുള്ള മനുഷ്യനെ, നമ്മുടെ ആത്മീയ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ആ ആത്മീയ മനുഷ്യൻ്റെ ഉന്നമനത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കുന്നതാകട്ടെ. അടുത്തത്, ദൈവം അവരെ നടത്തിയ വഴികുറിച്ച് പറയാം. നീ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചുകൊള്ളണം. അപ്പോൾ ദൈവം നമ്മെ പരിപാലിക്കുന്നത് എങ്ങനെയാണ്? ഒരു പിതാവ് മകനെ ശിക്ഷിക്കുന്നത് പോലെയാണ്. പിതാവായതുകൊണ്ട് ശിക്ഷയില്ലെന്നുള്ളതല്ല, പിതാവാണെങ്കിലും മകന് എന്തുകൊണ്ട് ശിക്ഷയുണ്ട്. പക്ഷെ അത് എന്തിനു വേണ്ടിയാണ്? അവൻ്റെ വളർച്ചയ്ക്ക് അത് പ്രയോജനകരമായി തീരുകയാണ്. അവനെ കൊല്ലുവാനോ മുറിപ്പെടുത്തുവാനോ നശിപ്പിക്കുവാനോ തകർക്കുവാനോ അല്ല ശിക്ഷ. പിന്നെന്താണ്? അവനെ വളർത്തിക്കൊണ്ടുവരുവാൻ, നേരായ പാതയിലെ വളർത്തിക്കൊണ്ടുവരാനാണ് ആ ശിക്ഷ നൽകുന്നത്. നമ്മുടെ കർത്താവ് നമ്മളെ അങ്ങനെയാണ്, അപ്പൻ മകനെ സ്നേഹിക്കുന്നത് പോലെ ശിക്ഷിക്കുന്നത് പോലെയാണ് കർത്താവ് നമ്മയും ശിക്ഷിക്കുന്നത്. അയാളുടെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് കൽപ്പനകളെ പ്രമാണിക്കണം. ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. നമ്മളെന്ത് ചെയ്യണം? ആകിയാൽ നമ്മുടെ ദൈവത്തെ എന്ത് ചെയ്യണം? അവൻ്റെ വഴികളിൽ നടക്കണം, അവനെ ഭയപ്പെടണം, അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. കാരണം എന്താണ്? ദൈവം നമ്മെ ഒരു നല്ല ദേശത്തേക്ക് കൊണ്ടുപോകുകയാണ്. കണ്ടോ? അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് നാം ദൈവത്തിൻ്റെ വഴികൾ നടക്കുക എന്നുള്ളത്. അവനെ ഭയപ്പെട്ട് ജീവിക്കുക. നമ്മളൊരു ഭീകരജീവിയെ കാണുമ്പോഴുള്ള ഭയമല്ല അത്. പിന്നെന്താണ്? അവനെ ബഹുമാനിക്കുവാൻ കഴിയണം, പിന്നെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിപ്പാൻ കഴിയണം. നമ്മളെല്ലാവരെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം, കോതമ്പും യവവും മുന്തിരിവള്ളിയും മത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം, ഒലിവൃക്ഷം തേനും ഉള്ള ദേശം, സുഭിക്ഷമായ ഉപജീവനം കഴിയാകുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വിട്ടെടുക്കുന്നതുമായ ദേശം, ഈ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവനെ സ്തോത്രം ചെയ്യണം. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കുന്നതായ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നോക്കി. അതിശ്രേഷ്ഠമേറിയ ഒരു സ്ഥലത്തേക്കാണ് അടിമത്തത്തിലും നിലവിളിയിലും പീഡയുടെ മധ്യയായിരുന്ന ജനത്തെ ദൈവം നയിക്കുന്നത്. ഇവർ പലപ്പോഴും പിറുപുറത്തിട്ടുണ്ട്, പലപ്പോഴും ദൈവത്തിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്, ദൈവദാസന്മാർക്കെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ ദൈവത്തിനെ അവരെ കുറിച്ചുള്ള പദ്ധതി എന്തായിരുന്നു? ദൈവത്തിനെ കുറിച്ചുള്ള പദ്ധതി അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുള്ള ദേശം, കോതമ്പും യവവും മുന്തിരിവള്ളിയും മത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനും ഉള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിക്കുവാൻ കഴിയുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ലിരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വിട്ടെടുക്കുന്നതുമായ ദേശം. കണ്ടോ? ഒന്നിനും കുറവില്ലാത്ത ദേശത്തേക്ക്, സുഭിക്ഷമായി ഉപജീവനം കഴിക്കുവാൻ കഴിയുന്ന ദേശത്തേക്ക് അവർ കൊണ്ടുവന്നൊക്കെയാണ്. പക്ഷേ ആ കൊണ്ടുപോകുന്ന പോക്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ ഇവർ പലപ്പോഴും ദൈവത്തോട് പ്രവർത്തിട്ടുണ്ട്, ദൈവത്തിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്, ദാസന്മാർക്കെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെങ്ങനെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നമ്മൾ പലപ്പോഴും എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും ദൈവത്തിനെതിരായി ചിന്തിക്കുന്നു, ദൈവത്തിനെതിരായി സംസാരിക്കുന്നു, പിറുപിറുക്കുന്നു. നമ്മുടെ ദൈവിക പഠനത്തെ പോലും നമ്മൾ അവിശ്വസിക്കുക. ഓർക്കുക, ദൈവം നമ്മുടെ നന്മയ്ക്കായിട്ടാണ് സകലതും ക്രമീകരിച്ചത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എൻ്റെ ദൈവം നീ ഈ നന്മയെല്ലാം അനുഭവിക്കുന്നു. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ദേശത്തെക്കുറിച്ച് നീ അവനെ സ്തോത്രം ചെയ്യും. നന്മകളെ ലഭിക്കുമ്പോൾ നാം നന്ദിയുള്ളവരായിരിക്കണം.
പലപ്പോഴും നന്മ കിട്ടുന്നവരെയൊക്കെ നമ്മൾ ദൈവത്തോട് കരഞ്ഞും ഉപവസിച്ചൊക്കെ പ്രാർത്ഥിച്ച് നന്മ കിട്ടിക്കഴിയുമ്പോൾ നാം ദൈവത്തെ മറക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ നീയെ നന്മകൾ അനുഭവിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇടവരണം. നമുക്ക് കിട്ടിയ ദാനങ്ങളെക്കാൾ വലുത് ദാതാവാണെന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകണം. നമുക്ക് ദാനം കിട്ടിയിരുന്ന ദാനത്തിന് പുറകെ ഓടുകയാണ്, അല്ല അതിനപ്പുറത്തേക്ക് തന്ന ദൈവമുണ്ട്, അവനെ ഓർത്ത് നന്ദി കരയേറ്റുവാനും കഴിയണം. എൻ്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിക്കാനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതിൻ്റെ അവൻ്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിക്കാനും ഈ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകളിൽ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിക്കാനും അടിമവിടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നി സർപ്പവും തേളും വെള്ളമില്ലാത്ത വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യുന്നതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മണ്ണ കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് ഹൃദയത്തിൽ പറവാതിരിപ്പാനും സൂക്ഷിച്ചുകൊള്ളണം. വളരെ ഗൗരവത്തോടെയുള്ള ഒരു പ്രമാണം കൊടുക്കുക അല്ലേ. ഇതെല്ലാം അനുഭവിക്കുമ്പോൾ നീ ദൈവത്തെ മറക്കരുത്. കൽപ്പനകളും പ്രമാണങ്ങളും നീ അലക്ഷ്യമാക്കരുത്. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും ഹൃദയം നിഗളിക്കാതിരിക്കുവാനായി സൂക്ഷിക്കണം. നിന്നെ അടിമ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായ ദൈവം ഭയങ്കരമായ മരുഭൂമിയിൽ നിന്ന് നടത്തുമ്പോഴും നിനക്ക് ഒന്നിനും മുട്ടിൽ അതിനെ പരിപാലിച്ചവനാണ്. ആ ദൈവത്തെ എന്ത് ചെയ്യരുത്, മറക്കരുത്. എന്നിട്ട് പിന്നെ ദൈവം തന്നാൽ മറന്നിടത്തേക്ക് ഞാൻ ഉണ്ടാക്കി എൻ്റെ മിടുക്കുകൊണ്ടെന്നുള്ളതായ വർത്തമാനം പറയരുത്. പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണ് അല്ലേ. നെബൂഖദ്നേസറിനെ പറ്റി കുഴപ്പം എന്താണ്? നെബൂഖദ്നേസർ ഒരു ദിവസം നേരം വെളുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് ഓ ഇതൊക്കെ എൻ്റെ പ്രതാപമഹത്വത്താൽ എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ മിടുക്കുകൊണ്ട് ഞാനുണ്ടാക്കിയ മഹിതം എന്താണ് മഹദിയാം ബാബിലോണല്ലയോ. അദ്ദേഹത്തിന് ചുറ്റുകൾ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ പ്രൗഢി കൊണ്ടാണ് ഇതെല്ലാം നേടിയെടുത്തുന്നത്. ഉടനെ വന്ന് ദൂതൻ എന്താ പറഞ്ഞത്, നീ ഇതെല്ലാം ഉപേക്ഷിച്ച് കാളയെപ്പോലെ പുല്ല് തിന്നുന്ന നാളുകൾ വരും. ഇവിടെ ദൈവം നമുക്ക് തരുന്ന നന്മകൾക്കായി സ്തോത്രം ചെയ്യാം, നന്ദിയുള്ളവരാകാം. അതിലൊരിക്കലും അഹങ്കരിക്കരുത്. നിന്നെ മുടിക്കൊണ്ടേ ലഭിച്ചെന്ന് പറയുക, ഇതൊക്കെ കൃപയാലെന്ന് പറയുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരുടെ സത്യം ചെയ്താൽ നിന്റെ നിയമം തൻ്റെ നിയമം എന്നുള്ളത് പോലെ ഉറപ്പിക്കണതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. സമ്പത്തുണ്ടാക്കിയ എല്ലാവരും ഓർക്കേണ്ട കാര്യമാണ്, ദൈവമാണ് നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തന്നത്. അതുകൊണ്ട് ദിവസങ്ങളിൽ വിനയം ഉണ്ടാകണം. 10 പുത്തൻ കേശയിൽ വന്നു കഴിയുമ്പോൾ എന്നെ കഴിഞ്ഞ് വേറെ ആരും ചിന്തിക്കരുത്. പിന്നെ ദൈവവും വേണ്ട, ദൈവസഭയും വേണ്ട ചിന്തിക്കരുത്. കൂട്ടായ്മ വേണ്ട, ആരാധന വേണ്ട ചിന്തിക്കരുത്. ദൈവമാണ് തന്നുള്ള ഒരു ബോധ്യം നിന്നെ എപ്പോഴും ഭരിപ്പാനിടയായിത്തീരണം. ദൈവമായ യഹോവയെ നീ മറക്കുകയും അന്യ ദൈവങ്ങളെ പിന്തുടരുന്നവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് സാക്ഷീകരിക്കും. നിങ്ങൾ ദൈവമായ യഹോവയുടെ വാക്ക് നിങ്ങൾ കേൾക്കാതിരുന്നത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുന്ന ജാതികളെ പോലെ തന്നെ നിങ്ങളും നശിച്ചു പോകും. എപ്പോഴൊക്കെ ദൈവദിനം അനുസരിക്കാതെ ദൈവദിനം മുന്നോട്ട് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെയും ആത്മീയമായ ഭൗമികമായ രാജ്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പാതിരിക്കാനായി സൂക്ഷ്മത സഹായിക്കട്ടെ. 9-ാം വാക്യം, 9-ാം അധ്യായം എന്താ പറഞ്ഞത്? ഇസ്രായേലിലേക്ക് കേൾക്കുക, നീ യോർദാൻ കടന്നതിനേക്കാൾ വലിയ പൂവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കവുമുള്ള അനാഖ്യരെന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു. നീ അവരെ അറിയുന്നുവല്ലോ. അനാഖ്യരുടെ മുമ്പാകെ നിൽക്കാവുന്നവനാർ നിങ്ങളുടെ ചൊല്ല് നീ കേട്ടിരിക്കുന്നു. എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നു എന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക. ഓർക്കുക, നാം ഒരു സ്ഥലങ്ങളെ കൈവശമാക്കാൻ പോകുമ്പോൾ നമുക്ക് യുദ്ധം ചെയ്ത ദൈവം നമുക്ക് മുമ്പേ പോവുകയാണ്. ദഹിപ്പിക്കുന്ന അഗ്നിയായ യഹോവ നമുക്ക് മുന്നേ കടന്നു പോകുന്നു. അവനവരെ നശിപ്പിക്കുകയും നിന്റെ മുമ്പിൽ താഴ്ത്തുകയും ചെയ്യും. അങ്ങനെ യഹോവ നിന്നോട് അരുളിച്ചതുപോലെ നീ അവരെ നീക്കിക്കളയും, ക്ഷണത്തിൽ നശിപ്പിക്കുകയും ചെയ്യും. ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നീക്കിക്കളഞ്ഞതിന് ശേഷം
എൻ്റെ നീതി നിമിത്തം എൻ്റെ ഈ ദേശം കൈവശമാക്കുവാൻ യഹോവ എന്നെ കൊണ്ടുപോകുന്നു എന്ന് നിൻ്റെ കഥയിൽ പറയരുത്. നന്മ കിട്ടിക്കഴിയുമ്പോഴേ ട്യൂൺ മാറ്റരുത്. പാലം കിടന്ന് കഴിയുമ്പോൾ പ്ലേറ്റ് മാറ്റരുത്. ഓക്കെ, ആ ജാതിയുടെ ദുഷ്ടത നിമിത്തം മാത്രമേ യഹോവ അവരുടെ മുമ്പിൽ ജയിക്കി കളഞ്ഞത്. നീ അവരുടെ ദേശം കൈവശമാക്കുവാൻ ചെല്ലുന്നത് നിൻ്റെ നീതി നിമിത്തവും നിൻ്റെ ഹൃദയപരമാർത്ഥ നിമിത്തവും അല്ല, ആ ജാതിയുടെ ദുഷ്ടത നിമിത്തവും. അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന നിൻ്റെ പിതാക്കന്മാരുള്ള യഹോവ സത്യം ചെയ്ത വചനം നിവർത്തിക്കേണ്ടതിനോ മാത്രമേ. കണ്ടോ, നമുക്ക് തരുന്ന നന്മകൾക്കൊക്കെ പുറകിൽ തമ്പുരാൻ്റെ വാഗ്ദത്തം തമ്പുരാൻ നിവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവൻ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. അതുകൊണ്ട് കുഞ്ഞെ, നിന്നോടൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞാലും ലഭിക്കാതിരിക്കുകയില്ല. ആ നന്മ അനുഭവിപ്പാനായിട്ട് ദൈവം നിന്നെ സഹായിക്കും, ദൈവം നിന്നെ ഉയർത്തും. ആ വിശ്വാസം എപ്പോഴും ഭരിപ്പാനിടയായി തീരട്ടെ. അടുത്തത്, ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തമല്ലെന്ന് അറിഞ്ഞു കൊള്ളുക. ദുശാഠ്യമുള്ള ജനമല്ലോ, ഈ മരുഭൂമിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു എന്ന് ഓർക്കുക. മറന്നു കളയരുത്. മിസ്രയീം ദേശത്തിന് പുറപ്പെട്ട നാൾ മുതൽ ഈ സ്ഥലത്ത് വരുന്നവരെയും യഹോവയുടെ മത്സരിക്കുന്നവരായിരുന്നു. കണ്ടോ, ഈ ജനത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നേ? മിസ്രയീമിൽ നിന്ന് പോകുന്ന നിമിഷം മുതൽ ഇവിടെ വരുന്നത് വരെയുള്ള സമയത്തൊക്കെ അവർ എന്ത് ചെയ്യുകയായിരുന്നു അറിയാവോ? അവർ ദൈവത്തോടെ മത്സരിക്കുകയായിരുന്നു. ഹോറേബിൽ നിങ്ങൾ യഹോവയെ കോപിപ്പിച്ചു. അവിടെ യഹോവ നിങ്ങളെ നശിപ്പിക്കാൻ വിചാരിക്കുമെന്ന് നിങ്ങളോട് കോപിച്ചു. യഹോവ നിങ്ങളോട് ചെയ്ത നിയമത്തിൻ്റെ കൽപ്പലകളെ വാങ്ങുവാൻ ഞാൻ പർവ്വതത്തിൽ കയറി 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ 2 കൽപ്പലക യഹോവ എൻ്റെ പക്കൽ തന്നു. മഹായോഗം ഉണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ വെച്ച് തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത സകല വചനങ്ങളും അവയിൽ എഴുതിയിരുന്നു. 40 രാവും 40 പകലും കഴിഞ്ഞപ്പോഴായിരുന്നു യഹോവ എൻ്റെ പക്കൽ നിയമത്തിൻ്റെ പലകളായ 2 കൽപ്പലക തന്നത്. അപ്പോൾ യഹോവ എന്നോട്, നീ എഴുന്നേറ്റ് ക്ഷണത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലുക. നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കി ഞാൻ അവരോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറി വിഗ്രഹം വാർത്തുണ്ടാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഞാൻ ഈ ജനത്തെ ദുശാഠ്യമുള്ള ജനം കാണുന്നതിനെ വിടുക. ഞാൻ നശിപ്പിച്ച് അവരെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയും. ഇനി അവരെക്കാൾ ബലവും വലിപ്പവുമുള്ള ജാതിയാക്കുമെന്ന് യഹോവ എന്നോട് അരുളി ചെയ്തു. അങ്ങനെ ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി. പർവ്വതം തീ കാളി കത്തുകയായിരുന്നു. നിയമത്തിൻ്റെ പലക എൻ്റെ 2 കയ്യിലും ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയാൽ നിങ്ങൾ ദൈവമായ യഹോവയുടെ പാപം ചെയ്ത് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി യഹോവ നിങ്ങളോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറുന്നത് കണ്ടു. അപ്പോൾ ഞാൻ പലക രണ്ടും എൻ്റെ 2 കയ്യിൽ നിന്ന് നിങ്ങൾ കാണുകയെ എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു. പിന്നെ യഹോവയെ കോപിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവനെ അനിഷ്ടമായി പ്രവർത്തിച്ച നിങ്ങളുടെ സകല പാപങ്ങളും നിമിത്തം ഞാൻ യഹോവയുടെ സന്നിധിയിൽ മുമ്പിലത്തെ പോലെ 40 രാവും 40 പകലും വീണു കിടന്നു. ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. യഹോവ നിങ്ങളെ നശിപ്പിക്കുമാറ് നിങ്ങളുടെ നേരെ കോപിച്ച കോപവും ക്രോധവും ഞാൻ ഭയപ്പെട്ടു. എന്നാൽ യഹോവ ആ പ്രാവശ്യവിൻ്റെ അപേക്ഷ കേട്ട് അഹ്റോനെ നശിപ്പിക്കുമാറ് അവൻ്റെ നേരെയും യഹോവ ഏറ്റവും കോപിച്ചു. എന്നാൽ ഞാൻ അഹ്റോന് വേണ്ടിയും അപേക്ഷിച്ചു. ഇവിടെ നോക്കി, ഈ ജനം എപ്പോഴും ഇങ്ങനെ തെറ്റ് ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുകയും ദൈവകോപത്തിന് പാത്രങ്ങളായി തിരിയുന്ന സമയത്തൊക്കെ മോശയെ സംബന്ധിച്ചോളം മോശ ഈ ജനത്തിനോട് ഇടിവ് നിൽക്കുകയാണ്. നമ്മളെ തലമുറയിൽ നശിച്ചുപോകുന്നവർക്ക് വേണ്ടി ഇതിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. ദേശത്തിന് വേണ്ടി ഇതിൽ നിൽക്കുവാനായിട്ട് ഒരു പുരുഷനെ കണ്ടെത്തുക ഞാൻ നോക്കിയെന്ന് വായിക്കുന്നുണ്ട്. ആരെയും കണ്ടെത്തിയില്ല എന്നും കൂടെ കാണുന്നുണ്ട്. നമ്മളാരും തലമുറയിൽ നമ്മുടെ ദേശത്തെ ഓർത്ത് നഷ്ടപ്പെടുവാതിരിപ്പാൻ, നശിച്ചു പോകാതിരിപ്പാൻ, ദൈവകോപത്തിന് പാത്രമായി തീരാതെ ദൈവകൃപയ്ക്ക് അർഹരായി തീരുവാനായിട്ടും നിത്യരാജ്യത്തിൽ കാണപ്പെടുവാനായിട്ടും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവരാജ്യ പങ്കെടുത്താൻ സഹായിക്കട്ടെ. ഉണ്ടാക്കിയ നിങ്ങളുടെ പാപമായ കാളക്കുട്ടിയെ എടുത്ത് തീയിലിട്ട് ചുട്ട് നന്നായി അരച്ച് നേരിയ പൊടിയാക്കി പൊടി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുന്ന തോട്ടിലിട്ട് കളഞ്ഞു. തബേരയിലും മസായിലും കിബ്രോത്ത് ഹത്താവയിലും വെച്ച് നിങ്ങൾ യഹോവയെ കോപിപ്പിച്ചു. നിങ്ങൾ ചെന്ന് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശം കൈവശമാക്കുമെന്ന് കൽപ്പിച്ചു. യഹോവ നിങ്ങളെ കാദേശ് പർവ്വതത്തിൽ വെച്ച് നയിച്ചപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനയോട് മറുത്തു. അവനെ വിശ്വസിച്ചില്ല, അവൻ്റെ വാക്കനുസരിച്ചതുമില്ല. ഇവിടെ കണ്ടോ, കൽപ്പനയോട് മറക്കുന്ന ഒരു സമൂഹം, ദൈവത്തെ അവിശ്വസിക്കുന്ന ഒരു സമൂഹം, അവൻ്റെ വാക്ക് അനുസരിക്കാതെ പോകുന്നു. നാം ഇത് പഠിക്കുമ്പോൾ ശാന്തം ചോദിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ വചനത്തോട് മറുതലിക്കുന്നവനാണോ എന്നുള്ളതാണ്. ദൈവിക വാഗ്ദത്തങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് എത്രമാത്രം ദൈവകൽപ്പന അനുസരിക്കാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലിൽ നിന്നായിരുന്നു സംഭവിച്ചത്. അവർ ദൈവത്തിൻ്റെ വചനങ്ങളോട് മറുതലിക്കുന്നവരായിരുന്നു. അവർ ദൈവത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എല്ലാം കണ്ടിട്ടും
അവർ ദൈവത്തെ അവിശ്വസിക്കുന്നവരായിരുന്നു. അവർ ദൈവത്തോടെ അനുസരണക്കേട് കാണിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു മരുഭൂമിയിൽ പട്ടുപോയി ശിക്ഷയ്ക്ക് പാത്രങ്ങളായി തീർന്നു. അല്ലേ? നമുക്കത് ബുദ്ധിപദേശമായി വെച്ചിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഭയപ്പെടുവാൻ, അനുസരിക്കുവാൻ, ദൈവത്തിനും വാഗ്ദത്തത്തിന് വിധേയപ്പെടുത്തുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകാൻ നമ്മെ സമർപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അടുത്തത്, ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ യഹോവയുടെ മത്സരികളായിരിക്കുന്നു. കണ്ടോ? ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ ആരാണ്? യഹോവയുടെ മത്സരികളാണ്. ഒരു മത്സര മനോഭാവം ആഭിചാരം പോലെയാണെന്ന് പറഞ്ഞത്. നമ്മൾ കൂടുതലും ചെയ്യാൻ പോകുന്നില്ല, അവരുടെ കാര്യമൊന്നുമില്ല. നാം ദൈവത്തോട് മത്സരിക്കുമ്പോൾ നമ്മൾ ആരാണ്? ഇതുപോലെ ആഭിചാരം ചെയ്യുന്നതിൻ്റെ കൂടുതലായി തിരികെയാണ്. ഞാൻ യഹോവയുടെ സന്നിധിയിൽ, യഹോവ നിങ്ങളെ നശിപ്പിക്കുമെന്ന് അരുളി ചെയ്തതുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ 40 രാവും 40 പകലും വീണ്ടും കിടന്നു. ഞാൻ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത്, കർത്താവായ യഹോവേ, നിന്റെ മഹത്വം കൊണ്ട് നീ വീണ്ടെടുത്ത് ബലമുള്ള കയ്യാൽ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തെയും നിന്റെ അവകാശിയെ നശിപ്പിക്കരുതേ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന ദാസന്മാരെ ഓർക്കണമേ. താൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശവരെത്തിപ്പാൻ യഹോവയ്ക്ക് കഴിയായതുകൊണ്ട് അവൻ അവരെ പകച്ചതുകൊണ്ടും അവരെ കൊണ്ടുപോയി മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞുവെന്ന് ഞങ്ങൾ വിടുവിച്ച് കൊണ്ടുവന്ന ദേശക്കാർ പറയാതിരിപ്പാൻ ജനത്തിൻ്റെ ഷടതയും അവരുടെ അകൃത്യവും പാപവും നോക്കരുതേ. അവർ നിന്റെ മഹാബലം കൊണ്ട് നീട്ടി ഭുജം കൊണ്ട് നീ പുറപ്പെടുവിച്ചാൽ കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും കാണുന്നത് എന്താണ്? മോശ ജനത്തിന് വേണ്ടി എപ്പോഴും മധ്യസ്ഥ അണയ്ക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ഫലം അനുഭവിച്ചത് പറഞ്ഞിട്ട് വേണമെങ്കിൽ മോശയ്ക്ക് മാറിപ്പോകാമായിരുന്നു. അപ്പോഴൊക്കെയും ദൈവത്തിൻ്റെ കോപം ജനത്തിന് മേൽ വരാതിരിക്കാനായി മനുഷ്യമ്മയോട് പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ ഉത്തരവാദിത്വം കൂടെയാണ് ദേശത്തിന് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുക എന്നുള്ളത്. 10 അക്കാലത്ത് യഹോവ എന്നോട്, നീ മുമ്പിലത്തെ പോലെ 2 കൽപ്പലക വെട്ടിയെടുത്ത് എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വരിക. മരം കൊണ്ടൊരു പെട്ടകവും ഉണ്ടാക്കുക. നീ ഉടച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകകളിൽ ഉണ്ടായിരുന്ന വചനങ്ങൾ ഞാൻ ആ പലകളിൽ എഴുതും. നീ അവയെ ആ പെട്ടകത്തിൽ വയ്ക്കണമെന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ കതിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കി മുമ്പിലത്തെ പോലെ 2 കൽപ്പലക വെട്ടിയെടുത്തു. കയ്യിൽ ആ പലകയുമായി പർവ്വതത്തിൽ കയറി. മഹായോഗം ഉണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളിച്ചത് 10 കൽപ്പനയും യഹോവ മുമ്പിലത്തെ എഴുത്തുപോലെ പലകകളിൽ എഴുതി അവ എൻ്റെ പക്കൽ തന്നു. അനന്തരം ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ഉണ്ടാക്കിയിരുന്ന പെട്ടകത്തിൽ പലക വെച്ചു. യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ അവ അവിടെ തന്നെ ഉണ്ട്. ഇസ്രായേൽ മക്കൾ ബെനെ ആഖാൻ എന്ന പർവ്വതത്തിൽ നിന്ന് മൊസേരയിലേക്ക് യാത്ര ചെയ്തു. അവിടെ വെച്ച് അഹരോൻ മരിച്ചു. അവിടെ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകൻ എലിയാസർ അവന് പകരം പുരോഹിതനായി. അവിടെ നിന്ന് അവർ ഗുദ്ഗോദയിൽ നിന്ന് നീരൊഴുക്കുള്ള ദേശമായ യോത്ബത്തായിക്കും യാത്ര ചെയ്തു. അക്കാലത്ത് യഹോവ ലേവ്യഗോത്രത്തെ യഹോവയുടെ നിയമപ്പെട്ടവൻ ചുമപ്പാനും ഇന്നുവരെ നടന്നു വരുന്നത് പോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കാനും വേർതിരിച്ചു. അതുകൊണ്ട് ലേവിക്ക് തൻ്റെ സഹോദരന്മാരുടെ കൂടെ ഓഹരിയും അവകാശമില്ല. എൻ്റെ ദൈവമായ യഹോവ അവനെ വാഗ്ദത്തം ചെയ്തതുപോലെ യഹോവ തന്നെ അവൻ്റെ അവകാശമാകുന്നു. ദൈവത്തെ സേവിക്കുന്നവർക്ക് ദൈവം തന്നെ അവകാശമാണ്. ഭൂമിയിലെ മനുഷ്യൻ്റെ ഓഹരിയേക്കാൾ അപ്പുറമായിട്ട് ദൈവം നമ്മുടെ മഹാപ്രതിഫലമാകിയാൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം ഓർക്കുക, അവൻ നമ്മുടെ പ്രതിഫലമാണ്. നമ്മുടെ ഓഹരിയാണെങ്കിൽ അവരൊന്നും കുറവുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് അവനെ സേവിച്ച് അതിനുള്ള പ്രായപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മുമ്പിലത്തെ പോലെ 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. ആ പ്രാവശ്യം യഹോവൻ്റെ അപേക്ഷ കേട്ടു. നിന്നെ നശിപ്പിക്കാതിരിപ്പാൻ യഹോവയ്ക്ക് സമ്മതമായി. പിന്നെ യഹോവ എന്നോട്, നീ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് ജനത്തിന് മുന്നടക്കുക. അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരുടെ ദേശം പിതാക്കന്മാരുടെ സത്യദേശം ചെന്ന് കൈവശമാക്കിയിട്ട് കൽപ്പിച്ചു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളും നടക്കുകയും അവനെ സ്നേഹിക്കുകയും അവൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം. രണ്ട് ദൈവം അനുസരിക്കുന്നതിന് വേണ്ടി അറിയാവോ? നമ്മുടെ നന്മയ്ക്കാണ്. അവനെ ഭയപ്പെടുക, അവനെ അനുസരിക്കുക, വചനങ്ങളെ അനുസരിക്കുക. അവൻ നമുക്ക് നന്മയ്ക്കായി മാറുകയാണ്. മറിച്ച് അനുസരണ കാണിക്കുമ്പോൾ മത്സരിക്കുമ്പോഴത് നമ്മുടെ തിന്മയ്ക്കായി ഭവിക്കുമെന്നുള്ളതുകൊണ്ട് നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടി യത്നിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണമെന്നല്ലാതെ ദൈവമായ യഹോവ എന്നോട് ചോദിക്കുന്നത് എന്ത്? ഇതാ സ്വർഗവും ഭൂമിയും അതിലൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവയാകുന്നു. പിതാക്കന്മാരുടെ മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ച് അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെ ഇന്നതുള്ളതുപോലെ മത്സരജാതികളിലും വെച്ച് തിരഞ്ഞെടുത്തു. ആകയാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രഹർമ്മം പരിശോധന ജീവിൻ. ഇനിമേൽ ദുശാഠ്യമുള്ളവരാകരുത്. ദൈവമായ യഹോവ ദൈവാദി ദൈവവും കർത്താവും
വല്ലവനും ഭയങ്കരമായ മഹാദൈവവുമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നതുമില്ല. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ചവന് അന്നവും വസ്ത്രവും നൽകുന്നു. ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിപ്പിൻ. നിങ്ങളും മിസ്രയീം ദേശത്ത് പരദേശികൾ ആയിരുന്നുവല്ലോ. ദൈവമായ യഹോവയെ നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. അവനാകുന്നതിൻ്റെ പുകഴ്ച, അവനാകുന്നതിൻ്റെ ദൈവം. നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വവും ഭയങ്കരവുമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് അവൻ തന്നെ. പിതാക്കന്മാർ 70 ദേഹികളായി മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയപ്പോഴോ ദൈവമായ യഹോവ നിന്നെ പെരുക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കിയിരിക്കുന്നു. ആകയാൽ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം. നമ്മുടെ ദൈവമായ യഹോവയുടെ ശിക്ഷ, അവൻ്റെ മഹത്വം, അവൻ്റെ ബലമുള്ള കൈ, അവൻ്റെ നീട്ടിയ ഭുജം, അവൻ മിസ്രയീമിൻ്റെ മധ്യ മിസ്രയീം രാജാവായ ഫറവോനോടും അവൻ്റെ സകലദേശത്തോടും ചെയ്ത അവൻ്റെ അടയാളങ്ങൾ, അവൻ്റെ പ്രവർത്തികൾ, അവൻ മിസ്രയീമ്യരുടെ സൈന്യത്തോടും കുതിരകളോടും രഥങ്ങളോടും ചെയ്തത്, അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ അവൻ ചെങ്കടലിലെ വെള്ളം അവരുടെ മേൽ ഒഴുകുമാറാക്കി എന്ന് കാണുന്നത് പോലെ അവരെ നശിപ്പിച്ചത്, നിങ്ങളിവിടെ വരുവോളം മരുഭൂമിയിൽ വെച്ച് അവൻ നിങ്ങളോട് ചെയ്തത്, അവൻ രൂപേൻ്റെ മകനായ എലിയാബിൻ്റെ മക്കളായ ദാദാനോടും അബീരാമിനോടും ചെയ്തത്, ഭൂമി വാവളർന്നവരെയും കുടുംബങ്ങളെയും കൂടാരങ്ങളെയും എല്ലാം ഇസ്രായേലിയരുടെയും മധ്യേ അവർക്കുള്ള സകല ജീവികളെയും വിഴുങ്ങിക്കളഞ്ഞത്, എന്നിങ്ങനെയുള്ളവ അറിയാത്തവരും കാണാത്തവരുമായ നിങ്ങളുടെ മക്കളോടല്ല ഞാൻ സംസാരിച്ചിരിക്കുന്നത്, നിങ്ങൾ ഇന്ന് അറിഞ്ഞുകൊള്ളുവീൻ. യഹോവ ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും നിങ്ങൾ കണ്ണാൽ കണ്ടിരിക്കുന്നുവല്ലോ. ആകയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശം കടന്നു പോകുന്ന ദേശം ചെന്നെടുക്കുവാനും യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതികൾക്കും കൊടുക്കുമെന്നത് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശം നിങ്ങൾ ദീർഘാശ്വടിപ്പാനുമായി നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകൾക്കെയും പ്രമാണിച്ചു നടപ്പീൻ. നീ കൈവശമാക്കാൻ ചെന്ന ദേശം നീ മിശ്രദേശം പോലെയല്ല. അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറിത്തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. നിങ്ങൾ കൈവശമാക്കാൻ ചെന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവത്തിനുമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ കഴിഞ്ഞകാല അനുഭവത്തിൽ വരുന്ന വീഴ്ചകൾ, അവരുടെ ശിക്ഷകളെല്ലാം ഓർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ ഇനിയും ഭയപ്പെട്ടും അനുസരിച്ചും ജീവിക്കണമെന്ന്. നമ്മൾ ഈ വചനം പഠിക്കുമ്പോഴും നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിൽ പരിശോധിക്കാം. എവിടെയെങ്കിലും വീഴ്ചകൾ, താഴ്ചകൾ, പരാജയങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ദൈവത്തോട് ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച് ഒരു ക്രമീകരണത്തോടെ ദൈവത്തെ അനുസരിച്ചും ഭയപ്പെട്ടും ബഹുമാനിച്ചും ജീവിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നമ്മൾ സമർപ്പിക്കാം. നമുക്ക് ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ വന്നതായ പാകപ്പിഴകൾ, അവരുടെ ശിക്ഷാവിധികളെല്ലാം നമുക്കൊരു മുന്നറിയിപ്പുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ സൂക്ഷിച്ച് ജീവിപ്പാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചു. സ്വർഗീയ പിതാവ് തന്ന സെക്ഷനായ സ്തോത്രം ചെയ്തു. നമ്മൾ സംസാരിപ്പാനിടയായി തീർന്നല്ലോ. ഞങ്ങളുടെ ആയുസ്സിൽ നിന്നെ പൂർണ്ണമായി അനുസരിപ്പാൻ, സ്നേഹിപ്പാൻ, ബഹുമാനിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേലിയ ജനം ദിവസങ്ങളിലെ പ്രവർപ്പ് കാണിച്ചതിനാൽ, അനുസരണ കാണിച്ചതിനാൽ ഉള്ള ശിക്ഷാവധികൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് ഞങ്ങൾക്കതും ഇത് ശിക്ഷാവധിക്ക് അകാരണമായി തീരാതെ വണ്ണം അനുഗ്രഹപ്രദമായ ജീവിതത്തിലേക്ക് വരുവാൻ നമ്മൾ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ നീ അനുഗ്രഹിച്ചായിട്ട് തിരുനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശുനാമം തന്നെ ആമേൻ. ക്ഷമയോടെ സന്ദേശം ശ്രവിക്കുന്നതിനായി നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിസ്താരം ചെറിയ സൂക്ഷിക്കണം. പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനം നന്ദി പറയുന്നു. താങ്ക് യു. മേ God bless you.